വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഹോസ്റ്റലിലേക്ക് പോകുമ്പം ആദ്യമുള്ള എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയാകും, ഫുഡ് നമുക്ക് പിടിക്കുമോ, വയറിനൊടിക്കണ ഫുഡായിരിക്കുമോ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചാൽ വലിക്കുമ്പം ഒരു ടഗ് ഓഫ് വാർ കളിക്കാനുള്ള ചപ്പാത്തിയും ഒക്കെ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട് ഒരാളൊരു ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ. ഡെഫിനറ്റ്ലി ഞാൻ പോയ സമയത്ത് എനിക്കും അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രില്യൻറ്റിലെ ഫുഡ് മെനു അതെങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെയാണോ, അതോ ഫുഡ് നല്ല ഫുഡാണോ കിട്ടുന്നത്, അങ്ങനെയുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ഇനിയും പോകുന്ന കുട്ടികൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുന്ന ഫസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോളിഡേയ്സിലാണെങ്കിൽ നമുക്ക് 8 മണിയാണ്, 8 AM രാവിലെ 8 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇനി നമ്മൾ ക്യാമ്പസിൽ പോകുന്ന ദിവസമാണ്, അതായത് നമുക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ബാച്ച് എപ്പോഴാണ് പോകുന്നത് നമ്മൾ നോക്കും. ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ബാച്ചൊന്നുമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഒരു ബാച്ച് അലോട്ട് ചെയ്യും. ഇപ്പോൾ Q ബാച്ചുകളുണ്ട്, P ബാച്ചുകളുണ്ട്, അതിൽ ഓരോ നമ്പറുള്ള ബാച്ചുകളുണ്ട്. ഇപ്പം Q1, Q2, P1, P2 അങ്ങനെ ബാച്ചുകളുണ്ട്. അപ്പോൾ ആ നമ്മുടെ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ബാച്ച് എപ്പോഴാണ് പോകുന്നത് നോക്കും. ഇപ്പം പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു ബാച്ചിന് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പം ഒരു 8 മണിക്ക് തുടങ്ങുന്ന ബാച്ചാണെന്ന് വെച്ചോ, 8 മണിക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒരു 7:30 ഹോസ്റ്റലിൽ നിന്ന് പോയിരിക്കണം. അപ്പോൾ നമുക്കൊരു ബസ് വരുന്നത് ഇൻ ബിറ്റ്വീൻ 7:15 to 7:30 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6:45 ഇൻ ബിറ്റ്വീൻ 6:45 to 7 o'clock ആയിരിക്കും നമുക്ക് ഫുഡ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ളിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയിരിക്കണം. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് മറ്റുള്ള ബാച്ചുകളിലെ കുട്ടികൾക്ക് വന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ആയിരിക്കും എന്തായാലും ഒരു 6:45 ഒക്കെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തരുന്നത്. അതായത് നമുക്ക് മൺഡേ ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൺഡേയിൽ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി തരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പമായിരിക്കും. അപ്പത്തിൻ്റെ കൂടെ നമുക്ക് കടലക്കറി ആയിരിക്കും. ഇപ്പോൾ ട്യൂസ്ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് നൂൽപുട്ട് തരും, നൂൽപുട്ടിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ കറി ആയിരിക്കും. ആൻഡ് വെനസ്ഡേ വരുമ്പോൾ നമുക്ക് ദോശയായിരിക്കും, ദോശയിലൂടെ നമുക്ക് ചട്നിയും സാമ്പാറും കിട്ടും. എഗെയിൻ തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് അപ്പമായിരിക്കും. അപ്പത്തിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് മൺഡേയിൽ കടലക്കറിയാണ് കിട്ടണമെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ വരുന്നത് വെജിറ്റബിൾ കറി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈഡേ വരുമ്പോൾ നമുക്ക് നൂൽപുട്ടായിരിക്കും. ആ നൂൽപുട്ടിൻ്റെ കൂടെ നമുക്ക് ട്യൂസ്ഡേയിൽ വെജിറ്റബിൾ കറിയാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഫ്രൈഡേയിൽ വരുമ്പോൾ കടലക്കറി ആയിരിക്കും. അപ്പം ഈ ഒരു ഫുഡായിരിക്കും നമുക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങൾ, നമുക്ക് ക്യാമ്പസിൽ പോകേണ്ട ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് തരുന്ന ഒരു ഫുഡ് മെനു എന്ന് പറഞ്ഞാൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഫുഡ് മെനു ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പാലപ്പമാണ് തരുന്നത്. കള്ളപ്പം നമുക്ക് നൈറ്റ് ടൈമിലാണ് മോസ്റ്റ് പ്രോബബ്ലി തരാറുള്ളത്. അപ്പോൾ നമുക്ക് പാലപ്പമാണ് നമുക്ക് രാവിലെ ഫുഡെന്ന് പറയുന്നത്. ഇനി നമുക്ക് അവധിയുള്ള ദിവസം, അതായത് ഹോളിഡേയ്സ് ആയിട്ടുള്ള സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് എന്താണ് കഴിക്കാമെന്ന് വെച്ചാൽ, സാറ്റർഡേ നമുക്ക് തരുന്ന പുട്ടാണ്, പുട്ടിൻ്റെ കൂടെ നമുക്ക് കടലക്കറി ആയിരിക്കും വരുന്നത്. സൺഡേയിൽ വരുന്ന ഇഡ്ഡലിയാണ്, ഇഡ്ഡലിൻ്റെ കൂടെ നമുക്ക് ചട്നിയും സാമ്പാറും കാണും. അപ്പോൾ ഇത് നമ്മുടെ ഹോളിഡേ ഫുഡ് മെനു ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ചായ കിട്ടും. ചായയാണ് നമുക്ക് രാവിലെ വരുന്നത്, ടീ ആണ് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കട്ടൻ ചായ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ നമുക്ക് അവൈലബിൾ ആണ്. മോർണിംഗ് ടൈമിലും നമുക്ക് ചായയാണ് കൂടുതലായിട്ടും വരാറുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് കഴിക്കണ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ലഞ്ചാണ്. ലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ ലഞ്ച് നമ്മൾ ടിഫിൻ ബോക്സ് ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് പോയി കഴിയുമ്പം അവർ നമുക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ക്യാമ്പസിലേക്ക് കൊടുത്ത് വിടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ഹോസ്റ്റലിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഇൻ ബിറ്റ്വീൻ 11 and 11:30 ക്യാമ്പസിൽ നിന്നൊരു വണ്ടി വരും. ആ വണ്ടിയിൽ നമ്മളുടെ ഫുഡെല്ലാം അവർ പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസിൽ എത്തിക്കഴിയുമ്പം നമ്മളുടെ ഈ ഫുഡിൻ്റെ ടിഫിൻ ബോക്സസ് എല്ലാം തന്നെ നമ്മൾ ഏത് ക്ലാസ്സിലാണ്, നമുക്ക് ഒരു ക്ലാസ് കോൺസ്റ്റൻ്റ് ആയിട്ടില്ല ബില്ലുണ്ട്, നമുക്കിങ്ങനെ ഡിഫറൻ്റ് ആണ്. ഓരോ ദിവസം ഓരോ ക്ലാസ് ആയിരിക്കും നമുക്ക് വരുന്നത്. കാരണം ഓരോ ക്ലാസ്സും ഓരോ തരത്തിലുള്ള ക്ലാസ്സാണ്. എല്ലാ സ്റ്റുഡൻസും എല്ലാ ക്ലാസ്സും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് നമുക്കവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ക്ലാസ് റൂമിൻ്റെ പുറത്ത്, അതായത് വിൻഡോയുടെ താഴെയായിട്ടായിരിക്കും നമ്മുടെ ടിഫിൻ ബോക്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക് ടൈമിൽ ലഞ്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഫുഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12:30 12:30 1 മണിക്കും ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഫുഡ് നമുക്ക് ബെല്ലടിച്ചിരിക്കും. ഇനിയും നമ്മൾ ക്യാമ്പസിൽ പോകുന്ന ടൈമാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ബാച്ചിനും ഫുഡ് ടൈം ഡിഫറെൻ്റ് ആണ്. ഫുഡ് ടൈം നല്ല ബ്രേക്ക് ടൈം എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് അത്രമാത്രം സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്യാമ്പസിൽ. അപ്പം ഇപ്പോൾ ഒരു ബാച്ചിന് ഇപ്പം 1 മണിക്കാണ് ബ്രേക്ക് ടൈം എന്ന് വെച്ചോ, അടുത്തൊരു ബാച്ചിന് ചിലപ്പോൾ 1:15 വേറൊരു ബാച്ചിന് 1:30 അങ്ങനെ നമുക്ക് ബ്രേക്ക് ടൈമും വേരിയൻ്റ് ആണ്. ഓരോ ബാച്ചിനും ഓരോ ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലഞ്ച് ബോക്സ് അവർ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഹോസ്റ്റലിലാണ് നിൽക്കണം, നമുക്ക് അവധിയുള്ളൊരു ദിവസം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ തന്നെ ഫുഡ് കഴിക്കാം.
അപ്പോൾ നമ്മുടെ ഫുഡ് മെനു എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ കേരള ഫുഡ് നമ്മൾ എന്താണോ വീട്ടിൽ കഴിക്കണം അത് തന്നെ ആയിരിക്കും. നമുക്ക് എന്നും ചോറ് തന്നെ ആയിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് വരുന്നത്. ചോറിന് എവറിഡേ നമുക്കൊരു ഫ്രണ്ടും കാണും, അതായത് ഒരു അച്ചാർ, അത് ചോറും അച്ചാറും തമ്മിൽ അങ്ങനെയാണ്. അപ്പോൾ ചോറും അച്ചാറും നമുക്ക് എല്ലാ ദിവസവും കാണും. പിന്നെ നമുക്ക് ഫിഷ് കറി വരുന്നുണ്ട്. ഫിഷ് കറി മിക്ക ദിവസങ്ങളിലും ഫിഷ് കറി ആയിരിക്കും, ചില ദിവസങ്ങൾ ഫിഷ് ഫ്രൈ ആയിരിക്കും. ഇനി തേഴ്സ്ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേഴ്സ്ഡേ നമുക്ക് എഗ്ഗാണ് വരുന്നത്. നമുക്ക് എഗ്ഗായിരിക്കും അന്ന് വരുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ നോൺ വെജ് ഒന്നും കാണില്ല, ഏതെങ്കിലും ഒരു നോൺ വെജാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ എഗ്ഗിനോട് നമുക്ക് സോയാബീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും അന്ന് വരുന്നത്. മോര്, പിന്നെ നമുക്ക് മോര്, സാമ്പാർ, പരിപ്പ് കറി, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ വരും. രസം ഒക്കെ ഉണ്ടാകും. പിന്നെ പപ്പടം നമുക്ക് അവധിയുള്ള ദിവസങ്ങളിൽ മാത്രം നമുക്ക് പപ്പടം ഉണ്ടാക്കും. ചില ക്ലാസ്സുള്ള ദിവസങ്ങൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അവധിയൊക്കെ വന്നാൽ ആ ഒരു ദിവസം നമുക്ക് പപ്പടം കിട്ടും. പിന്നെ എല്ലാ ഹോസ്റ്റലുകളിലും ഉച്ചയ്ക്ക് ചോറാണെന്ന് ഞാൻ പറയില്ല, കാരണം ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കുന്ന ഹോസ്റ്റലുകളും ഉണ്ട്, മന്തി കൊടുക്കുന്ന ഹോസ്റ്റലുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹോസ്റ്റലുകളിലും ഈ ഒരു മെനു ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഏകദേശം സിമിലർ ടു ദിസ് ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മീൽ നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ സ്നാക്സാണ്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലുള്ള ടൈമാണ് വെച്ചാൽ നമുക്ക് ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ സ്നാക്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 4:30 4:30 ഇടയ്ക്കായിട്ടായിരിക്കും നമുക്ക് ബെല്ലടിക്കുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ പോകുന്ന ടൈമാണെങ്കിൽ നമ്മളുടെ ഹോസ്റ്റലിലുള്ള ഫസ്റ്റ് ബാച്ച് എപ്പോഴാണോ നമ്മളുടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തുന്നത് ആ ഒരു ടൈമായിരിക്കും നമ്മളുടെ സ്നാക്സ് ടൈം എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 4 o'clock ക്ലാസ് കിട്ടുമെന്ന് വെച്ചോ, എന്ന് കാര്യം നമ്മൾ ആ 4 o'clock 4:15 ഹോസ്റ്റലിൽ തിരിച്ചെത്തണമെന്നില്ല. കാരണം നമ്മളുടെ ബസ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് ബസ്സുണ്ട്. ആ ബസ് വേണം എല്ലാ ഹോസ്റ്റലിലേക്കും. ഒരു ഹോസ്റ്റലിൽ 10 പിള്ളേരല്ല ഉള്ളത്, ചില ഹോസ്റ്റലിൽ 100 കുട്ടികൾ കാണാം, 200 കുട്ടികളുള്ള ഹോസ്റ്റലിൽ കാണാം. അപ്പോൾ അങ്ങനെ ആ കുട്ടികളെ എല്ലാ ഹോസ്റ്റലിൽ എത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ പോയ ഫസ്റ്റ് ബാച്ച് ഒരു 4:45 ആകുമ്പോഴേക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവരുടെ സ്നാക്സ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല ഹോളിഡേ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 4 to 4:30 ആയിരിക്കും. ഇനി എന്താണ് നമുക്ക് തരുന്ന ഫുഡ്? സ്നാക്സ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കേരള സ്നാക്സ് എന്നറിയപ്പെടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സ്നാക്സ് തരുന്നത്. നമുക്ക് എല്ലാ ദിവസങ്ങളും നമുക്ക് ഉള്ളിവട ആയിരിക്കാം, ഉഴുന്നുവട ആയിരിക്കാം, പരിപ്പുവട ആയിരിക്കാം, പപ്സ് തരുന്ന ദിവസങ്ങളുണ്ടാകാം, കട്ട്ലറ്റ് തരുന്ന ദിവസങ്ങളുണ്ടാകാം, പഴംപൊരി തരുന്ന ദിവസങ്ങളുണ്ടാകാം. അപ്പോൾ അത് എന്താണോ നമ്മൾ കഴിക്കണം നമ്മളുടെ ആ ഒരു കേരള ഫുഡ്. പക്ഷേ കിട്ടുന്നത് വെച്ചാൽ ഒരെണ്ണം ഒരു ദിവസം കിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ നമുക്ക് എടുക്കാനുള്ള ഒരു ഇതില്ല. നമുക്ക് ഒരു ദിവസം ഒരെണ്ണമാണ് തരുന്നത്. സ്നാക്സ് ആണെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സ്നാക്സ് ഒരു ദിവസം ഉണ്ടാകത്തുള്ളൂ. ഇനിയും സൺഡേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേയിൽ നമുക്ക് കേക്ക് ആയിരിക്കും വരുന്നത്. മിക്ക സൺഡേയിലും കേക്ക് ആയിരിക്കും. ചില സൺഡേസിൽ നമുക്ക് ഒരു കട്ട്ലറ്റ് എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ മിക്ക സൺഡേസിൽ നമുക്ക് കേക്ക് ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് കോഫിയാണ് വരുന്നത്. മോർണിംഗിൽ ടീയും ഈവനിങ്ങിൽ കോഫിയുമാണ് നമുക്ക് വരുന്നത്. ഈ കുട്ടികൾക്ക് കോഫി ഇഷ്ടമല്ല അല്ലെങ്കിൽ ടീ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സൗകര്യം അവിടെ നിന്ന് ഒരുക്കി തരുന്നതായിരിക്കും. അത് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു സംഭവം നമുക്ക് വേണ്ടിയുള്ളത് സ്പെഷ്യലായിട്ട് തരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് മീൽ എന്ന് പറഞ്ഞാൽ ഡിന്നറാണ് നമ്മൾ കഴിക്കണത്. നമ്മൾ കുറച്ച് ലക്ഷറിയസ് ഫുഡ് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുന്ന ആക്ച്വലി ഡിന്നറാണ്. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്ങിൽ നമുക്ക് നോൺ വെജ് ഇല്ല. പിന്നെ ലഞ്ച് ടൈമിൽ ഒരു കാര്യം പറയാൻ പറ്റുന്നത് നമുക്ക് ചിക്കൻ കിട്ടുമോ ലഞ്ചിൽ നിന്ന് ഡൗട്ട് കാണും. ആക്ച്വലി നമുക്ക് ലഞ്ചിന് പൊതുവേ ചിക്കൻ ഇല്ല, പക്ഷേങ്കിൽ നമുക്കൊരു മന്ത്ലി വൺസൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് ചിക്കൻ ഫ്രൈ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് മന്ത്ലി ട്വൈസ് കിട്ടും, പക്ഷേ എന്നാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ മന്ത്ലി വൺസ് നമുക്ക് ചിക്കൻ ഫ്രൈ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ക്യാമ്പസിൽ പോകുന്ന ദിവസമായിരിക്കും, മിക്കപ്പോഴും മൺഡേസിലായിരിക്കും നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ചിക്കൻ ഫ്രൈ തരാറുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഡിന്നറെന്ന് നോക്കാം. നമുക്ക് മൺഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫോൺ ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ്. അപ്പോൾ ഫോൺ ഡേ ആയിട്ടുള്ള മൺഡേയിൽ നമുക്ക് തരുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണ്. ചപ്പാത്തീൻ്റെ കൂടുതൽ നമുക്ക് ഒന്നെങ്കിൽ എഗ് കറി ആയിരിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറി ആയിരിക്കാം, അല്ലെങ്കിൽ പനീർ കറി ആയിരിക്കാം. അപ്പോൾ എന്നാലും ചപ്പാത്തി തന്നെയായിരിക്കും നമുക്ക് മെയിനായിട്ട് വരുന്നത്. ബാക്കി കറീസിൽ ഡിഫറെൻ്റ് ആണെങ്കിലും നമുക്ക് ചപ്പാത്തി ആയിരിക്കും ആ ഒരു ദിവസം നമുക്ക് മെയിനായിട്ട് വരുന്ന ഫുഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്യൂസ്ഡേയിലേക്ക് പോവുകയാണെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസ് ആണ് വരുന്നത്. ഫ്രൈഡ് റൈസിനോട് നമുക്ക് ഒന്നെങ്കിൽ നോർമൽ ചിക്കൻ കറി ആയിരിക്കാം, ഇല്ലെങ്കിൽ ചില്ലി ചിക്കൻ ആയിരിക്കാം. അപ്പോൾ ട്യൂസ്ഡേ എന്തായാലും ഫ്രൈഡ് റൈസ് ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ വെനസ്ഡേ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്കൊരു ഫോൺ ഡേ ആണ്. വെനസ്ഡേയിൽ പത്തിരി ചിക്കൻ സ്റ്റൂവും ആയിരിക്കും വരുന്നത്. അപ്പം ചില കുട്ടികൾക്കൊക്കെ വന്നതിന് ശേഷം ഈ പത്തിരി സ്റ്റൂ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, പത്തിരിനോട് വലിയ താല്പര്യമില്ല എന്നുകൊണ്ട് തന്നെ നമ്മുടെ മെനു ചേഞ്ച് ആക്കിയിട്ട് പുട്ടും ചിക്കൻ കറി ആക്കിയായിരുന്നു. ലേറ്റർ ഓൺ നമുക്ക് പുട്ടും ചിക്കൻ കറിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പുട്ടും ചിക്കൻ കറി കിട്ടാം, അല്ലെങ്കിൽ പത്തിരിയും ചിക്കൻ സ്റ്റൂവും ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ തേഴ്സ്ഡേനെ കുറിച്ച് പറയുമ്പം തേഴ്സ്ഡേ നമുക്ക് ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറായിരിക്കും. കൂടുതലും നമുക്ക് കിട്ടുന്ന നെയ്ച്ചോറാണ്. ചില ദിവസങ്ങളിലാണ് നമുക്ക് ബിരിയാണി കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ ബിരിയാണീനെ കുറിച്ച് പറയുമ്പം ഇപ്പം ചിക്കൻ ബിരിയാണി തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് എഗ് ബിരിയാണി ആയിരിക്കാം. ബീഫ് നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യരുത്. ബീഫ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടത്തില്ല.
അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ബീഫ് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മുടെ ഫുഡെല്ലാം അത്യാവശ്യം ഹെൽത്തി ഫുഡ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മൺഡേയിൽ നമുക്ക് ചിക്കൻ കറിയാണ് തന്നെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്തായാലും ഒരു വീക്കിൽ നമുക്കൊരു എഗ്ഗ് ഒരു ബോയിൽഡ് എഗ്ഗ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തേഴ്സ്ഡേ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള എഗ്ഗ് ബിരിയാണി ആയിരിക്കും നമുക്ക് ചിലപ്പോൾ തേഴ്സ്ഡേ കിട്ടുന്നത്. ഇനിയും ചില കുട്ടികൾക്ക് ഫുഡ് അലർജീസ് ഉള്ള കുട്ടികൾ കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ ഒരു ദിവസം സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരിക്കും. വെജിറ്റേറിയൻസിന് വേണ്ടി ഇപ്പോൾ വൈകിട്ട് ചിക്കൻ ബിരിയാണി വെക്കുമെന്ന് വെച്ചോ, അപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വെജ് ബിരിയാണി കാണും. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പറയുമ്പം ഫ്രൈഡേ എന്ന് പറയുമ്പം അനദർ ഫൺ ഡേ ആണ്. നമുക്കതൊരു നോർമൽ വെജിറ്റബിൾ മീലാണ് വരുന്നത്. അത്യാവശ്യം എല്ലാം വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് നമുക്ക് വരുന്നത്. ചോറാണ് വരുന്നത്. ചോറും അച്ചാറും അവിയലും തോരനും നമുക്ക് എന്തായാലും കാണും. ഈ ഒരു രീതിയിലുള്ളൊരു വെജിറ്റബിൾ ഊണാണ് നമുക്ക് വൈകിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓഫ് ഡേ, അതായത് നമുക്കൊരു ഹോളിഡേ, ഫസ്റ്റ് ഹോളിഡേ എന്ന് പറയുന്നത് പോലെ തന്നെ സാറ്റർഡേ നമുക്ക് വരുന്നത് അപ്പവും ചിക്കനാണ്. അപ്പം ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ചിക്കൻ കറി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റൂ ആയിരിക്കാം വരുന്നത്. കൂടുതലായിട്ടും കള്ളപ്പമാണ് വരുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് പാലപ്പം നൈറ്റ് ടൈമിൽ കിട്ടാറുള്ളൂ. പിന്നെ നമ്മൾ സൺഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കുട്ടികൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലും ടെൻഷൻ അടിക്കുന്ന ദിവസമാണ് സൺഡേ നൈറ്റ് എന്ന് പറയുന്നത്. കാരണം പിറ്റേ ദിവസം നമുക്ക് വീക്ക്ലി എക്സാം ഉണ്ട്. ഓൺലൈൻ സ്റ്റുഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വീക്ക്ലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവർ റിലാക്സ് ആവുന്നൊരു ടൈമാണ്. ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലായിരുന്നൊരു ടൈമാണ് സൺഡേ എന്ന് പറയുന്നത്. അന്ന് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തന്നെ പൊറോട്ടയും ചിക്കൻ കറിയും ആയിരിക്കും വരുന്നത്. ഇനിയും നമുക്ക് മൺഡേയിൽ എഗ്ഗ് തന്നില്ല, തേഴ്സ്ഡേയിലും എഗ്ഗ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ വരുമ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെ എഗ്ഗ് കറി ആയിരിക്കും വരുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഡെസേർട്ട്സ് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. ആക്ച്വലി ഡെസേർട്ട്സ് ഒന്നും തന്നെ നമ്മുടെ ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീംസാണ്. ഐസ്ക്രീം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെനു അനുസരിച്ച് നമുക്ക് ഐസ്ക്രീം തരണമെന്നാണ്. അപ്പം നമുക്കൊരു മന്ത്ലി വൺസ് നമുക്കൊരു ഐസ്ക്രീം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പല സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് മന്ത്ലി ട്വൈസും മന്ത്ലി ത്രൈസും ഒക്കെ ഐസ്ക്രീംസ് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയതായി ഒരു ഫിഗറിൽ കാണുന്ന പോലുള്ള ഐസ്ക്രീം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കപ്പിൽ വരുന്ന ഐസ്ക്രീം ഇല്ല, അല്ലെങ്കിൽ ചെറിയ ബോൾ ഐസ്ക്രീം, അല്ലെങ്കിൽ ഈ 10 രൂപേൻ്റെ ചെറിയ കോൺ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐസ്ക്രീംസാണ് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനെ ആകണം എന്ന് ഒരു ഇതുമില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പല സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലും വലിയ കോൺ ഐസ്ക്രീംസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ചോക്കോ ബാർ, വലിയ ബാറിൻ്റെ പല വേരിയൻ്റ് ഐസ്ക്രീംസ് അതൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഹോസ്റ്റലിൽ തന്നൊരു മെനു ആണ് ഞാൻ പറയുന്നത്. എല്ലാ ഹോസ്റ്റൽസിലും ഇങ്ങനെ ആകണമെന്നില്ല. ഇനിയെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡേയ്സിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് സ്പെഷ്യൽ ഫുഡുകളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഓണമാണെന്ന് വെച്ചോ, ഓണത്തിന് നമുക്ക് സദ്യ ഉണ്ട്. അതായത് നമുക്കിപ്പം ഒരു ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡേ ഉണ്ടല്ലോ, അതിൻ്റെ തലേദിവസം രാത്രിയിൽ ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയാണെങ്കിൽ ആ ഓണത്തിൻ്റെ സദ്യ നമുക്ക് തരും. ഇനിയും നമ്മൾ വീട്ടിൽ പോയില്ല, ഹോസ്റ്റലിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഓണത്തിൻ്റെ ആ ഒരു ദിവസവും നമുക്ക് എന്തായാലും സദ്യ തരുന്നതായിരിക്കും. ഇനി ഓണം മാത്രമല്ല, നമുക്ക് വിഷുണ്ട്, ഈസ്റ്റർ ഉണ്ട്, ഈദുണ്ട്, ക്രിസ്മസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും നമുക്കിവിടെ അവധിയുണ്ട്. അതുകൊണ്ടൊപ്പം തന്നെ നല്ല ഫുഡ് നമുക്ക് അവിടെ നിന്ന് എന്താണോ ആ ഒരു സ്പെഷ്യൽ ഡേ, ആ ഡേയിൽ പൊതുവെ എന്താണോ നമ്മൾ കഴിക്കണം ആ ഒരു സ്പെഷ്യൽ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫുഡാണ് മന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു മന്തി ആക്ച്വൽ ഇമേജാണ്. അതായത് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഹോസ്റ്റലിൽ ക്രിസ്മസ് ഈവിന് നമുക്ക് തന്നിരുന്ന ഫുഡെന്ന് പറഞ്ഞാൽ മന്തിയായിരുന്നു. നമുക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം ക്രിസ്മസ് ആണല്ലോ ഓണമാണല്ലോ എല്ലാം നമുക്ക് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തന്ന ഫുഡ് ഇതായിരുന്നു. ഇതപ്പം മന്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ ലെവൽ മന്തി എക്സ്പെക്റ്റ് ചെയ്ത് ഒരിക്കലും പോകരുത്. ഈ ഒരു ഇതാണ് നമ്മൾക്ക് ബ്ലെൻഡിന് കിട്ടുന്ന മന്തി. അപ്പം ഈ ഒരു എക്സ്പെക്റ്റേഷൻ, ഈ ഒരു ലെവൽ മാത്രം മതി. അപ്പം ഓൾ ഓവർ നമ്മൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. പിന്നെ പായസം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണെങ്കിൽ പായസം നമുക്ക് ഇതുപോലെ ഓണത്തിനൊക്കെ നമ്മളൊക്കെ എന്തായാലും പായസം കിട്ടും. പിന്നെ ഭയങ്കര എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം, ഇതിപ്പോൾ ഒരു ബാച്ച് സ്റ്റുഡൻറ്റ് അവിടെ നിൽക്കുന്ന ഒരു ടൈം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കോഴ്സ് ടൈമിൽ ഏകദേശം ഒരു 3 ടൈംസ് എങ്കിലും കുറഞ്ഞത് പായസം കിട്ടിയിരിക്കും. അതിൽ കൂടുതലൊന്നും പായസം എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ഫുഡ് വല്ലതും നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ സ്റ്റോറുള്ള ഹോസ്റ്റലുകളുണ്ട്. അങ്ങനെയുള്ള ഹോസ്റ്റലുകളെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഹോസ്റ്റലിലും സ്റ്റോർ ഉണ്ടെന്ന് ഞാൻ പറയില്ല. കുറച്ച് ഹോസ്റ്റലുകളിലൊക്കെ അത്യാവശ്യം സ്റ്റോറുണ്ട്. അങ്ങനെയുള്ള ഹോസ്റ്റലുകളിലാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പൈസ കൊടുത്തിട്ട്
ഫുഡ് വാങ്ങിച്ച് കഴിക്കാം. ഫുഡെന്ന് വെച്ചാൽ നമുക്ക് ഹെവി ഫുഡൊന്നും അവൈലബിൾ അല്ല. അത്യാവശ്യം വേണ്ടി സ്നാക്സും ജ്യൂസും പിന്നെ ബേസിക് നെസസിറ്റീസിനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാലും നമ്മളൊരു ഫുഡിനൊരു റാങ്കിങ് കൊടുക്കുകയാണെങ്കിൽ ഓൺ 10 നമുക്കൊരു 8 അല്ലെങ്കിൽ 9 മാർക്ക് നമുക്ക് ഫുഡിന് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് നല്ല ഫുഡ്, നമുക്ക് വയറ് കേടാവാത്ത നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു ഹോംലി ഫീൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് തന്നെ ഫുഡിൽ ഒരു ഇതും കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ ഫുഡിൽ പേടിക്കാണ്ട് തന്നെ നമുക്ക് ബ്രെയിനിലേക്ക് പോകാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.